എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, വിഷ്ണു പൂജ, അതുപോലെ തന്നെ മഹാലക്ഷ്മി പൂജ, കുബേര പൂജ, എല്ലാ പൂജയും നമ്മൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ചെയ്യും. പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം കാണും. അതുപോലെ തന്നെ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകുന്ന ഈ പൂജയിൽ നിങ്ങൾ എല്ലാവരും പങ്കാളിയാവും. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും മാത്രം ഇട്ടാൽ മതി. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും, എല്ലാ വീട്ടിലും സമ്പത്തുണ്ടാകും, സമാധാനമുണ്ടാകും. എല്ലാത്തിനും ഉപരി പോസിറ്റീവ് ചിന്തകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറിക്കിട്ടും. നല്ല ചിന്തയോടുകൂടി ഓരോ ദിവസം മുന്നോട്ട് പോയി നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതമുണ്ടാകും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നു ജൂലൈ 22, 23 ഈ ദിവസങ്ങളിൽ സമ്പത്തിൻ്റെ അഭിഷേകം. ഈ പറയുന്ന നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പൂർണ്ണമായ ഐശ്വര്യങ്ങൾ വരുന്ന നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാളുകാരെക്കുറിച്ച് നമ്മൾ പറയും. അതുപോലെ തന്നെ അവസാനം പരിഹാരവും പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. ആ നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നാൾ അശ്വതിയാണ്. അശ്വതിക്ക് എന്തുകൊണ്ടും വളരെയധികം സമ്പത്ത് വന്നു ചേരുന്ന ഈ ദിവസം അവരുടേതായ ദിവസം എന്ന് പറയും. എല്ലാം കൊണ്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഇവർക്ക് വളരെയധികം ഈ ദിവസങ്ങളിൽ വന്നു ചേരും. അതിലൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പരിഹാരം അവസാനം നമ്മൾ പറയുന്നതായിരിക്കും ഈ നാളുകാരന്. അടുത്തത് ഭരണിയാണ്. ഭരണിക്ക് എന്തുകൊണ്ടും വെച്ചടി കയറ്റമാണ് ഈ ദിവസങ്ങളിൽ. എല്ലാവിധ ഐശ്വര്യങ്ങളും പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ദിവസം ഈ നാളുകാരെ തേടിയെത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറാനുള്ള പരിഹാരം അവസാനം പറഞ്ഞു കൊടുക്കുന്നതാണ്. അടുത്തത് മൂലമാണ്. മൂലത്തിനും ചോദിക്കും. എന്തുകൊണ്ടും ഐശ്വര്യപൂർണ്ണമായ ഈ ദിവസം ഇവരുടേതായ ദിവസമാണ്. കാരണം എല്ലാം കൊണ്ടും ഈ ദിവസം ഇവർക്ക് വ്യാഴത്തിൻ്റെ ആ മാറ്റം, സഞ്ചാരം വളരെ ഗുണകരമായി നിൽക്കുന്ന അവസ്ഥയാണ് ഈ 2 ദിവസങ്ങളിൽ. നിങ്ങൾ എന്ത് ചെയ്താലും, ഏത് കർമ്മമണ്ഡലത്തിൽ പോയാലും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് കലാകാരന്മാർക്കും തൊഴിലന്വേഷിക്കുന്നവർക്കും ജോലിയില്ലാത്തവർക്കും നല്ലൊരു ജോലി ലഭിക്കും. അതുപോലെ തന്നെ കലാകാരന്മാർക്കും കച്ചവടക്കാർക്കും നല്ലതാണ്. നല്ല ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ 2 ദിവസം. നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം ഉയർച്ചയും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അടുത്ത നാൾ ഉത്രാടമാണ്. ഉത്രാടത്തിനും ഇതുപോലെ തന്നെ ഐശ്വര്യപൂർണ്ണമായി ഈ ദിവസം നിങ്ങളുടേതായ എല്ലാവിധ ഐശ്വര്യങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാൻ ദാനധർമ്മം ചെയ്യുക ഏറ്റവും നല്ല മാർഗമാണ്. അതിലൂടെ നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും ഭഗവാൻ മാറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാര മാർഗം. അത് പൂർണ്ണമായി നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നെയ്വിളക്ക്, ഈ പറഞ്ഞ നാളുകാരെല്ലാം ഭവനങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. അടുത്തത് രേവതിയാണ്. രേവതിക്കും വളരെയധികം സമ്പത്ത് വന്നു ചേരുന്ന ഈ ദിവസം എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ നാളുകാർക്ക് ഈ ദിവസം വന്നു ചേരും. അതുപോലെ തന്നെ ഇവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഭഗവാൻ മാറ്റിക്കൊടുക്കും. ദാനധർമ്മം ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമായി മാറും. ബിസിനസ്സുകാർക്കും കലാകാരന്മാർക്കും തൊഴിലന്വേഷിക്കുന്നവർക്കും എല്ലാം വളരെയധികം ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ദാനധർമ്മം ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസങ്ങളാണ്. കഷ്ടപ്പാട് മാറാനുള്ള ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുക. ഭക്തിപൂർവ്വം ഭഗവാന് സമർപ്പിക്കുക. നിങ്ങൾ ഒക്കുന്ന രീതിയിലുള്ള സമർപ്പണം. നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിൽ പോകുക. അവിടെ പോയി നിങ്ങൾ മഞ്ഞപ്പൊടി കൊടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നാഗരാജാവിൻ്റെ പ്രീതി കിട്ടിക്കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹവും മേടിക്കുക. അതാണ് ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമം കൊടുക്കുക. ഇത് 2 ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ മാറ്റും എന്നുള്ളതാണ്. അടുത്തത് ആയില്യമാണ്. ആയില്യത്തിനും പൂയത്തിനും വെച്ചടി കയറ്റമാണ് ഈ ദിവസം ഉണ്ടാകുന്നത്. എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ മാറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും നിങ്ങൾ ഈ പൂർണ്ണമായും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി, ദേവീക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ കുങ്കുമം സമർപ്പിക്കും. അതിലൂടെ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ മാറ്റും എന്നുള്ളതാണ്. അടുത്ത നാൾ എന്ന് പറഞ്ഞത് രോഹിണിയാണ്. രോഹിണിക്കും രേവതിക്കും എല്ലാം കൊണ്ടും വെച്ചടി കയറ്റമാണ്. സമ്പത്ത് 4 ദിക്കിൽ നിന്നും 4 സഹായം, എല്ലാവരിൽ നിന്നും സഹായം, പ്രതീക്ഷിക്കാത്ത ദിക്കുകളിൽ നിന്ന് എല്ലാവിധ സഹായവും നിങ്ങൾക്ക് ഈ ദിവസം ഉണ്ടാകും എന്നുള്ളത് ഒരു സംശയമില്ല. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഈ നാളുകാർക്ക് വന്നു ചേരും. അതുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനയോടുകൂടി ദാനധർമ്മത്തോടുകൂടി എല്ലാം നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക. അതിലൂടെ നമ്മളുടെ എല്ലാ കഷ്ടപ്പാടുകളും പാപങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാൻ മാറ്റിച്ച് പറയുന്ന പരിഹാരമായ അർച്ചനകൾ ചെയ്തു നോക്കുക. നിങ്ങൾക്കതിലൂടെ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റും. എല്ലാത്തിനും ഉപരി പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി എല്ലാം ചെയ്യുക. പൂർണ്ണമായ വിശ്വാസമാണ് എല്ലാത്തിനും ഉപരി. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്ന് കളയുക. അതുപോലെ തന്നെ
നെയ്വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നെയ്വിളക്ക് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുകയും നിങ്ങളുടെ ഭവനങ്ങളിൽ കത്തിക്കുകയും ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് എനർജിയും മാറി പോസിറ്റീവായി മാറുകയും എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവുകയും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ. തിരുമേനിയുടെ പ്രാർത്ഥന എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.